ചാനലുടമയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നേരത്തെ തന്നെ ആക്ഷേപങ്ങൾ ഉള്ളതാണ്, തട്ടിപ്പ് കേസുകളിൽ പ്രതിയായിട്ടുള്ളതാണ്. അതിനിടയിൽ കൂടി ഈ കേസ് കൂടി വരുന്നു. വിപിൻ സി വിജയൻ. അതെ, തീർച്ചയായിട്ടും ആ കേസ് ഇപ്പോഴും കോടതിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് മറ്റൊരു കേസിൽ കൂടി ഇപ്പോൾ FIR വരുന്നത്. അതും ഒരു തിരിമറി കേസിൽ തന്നെ, ഒരു ബാർക്ക് അട്ടിമറിയിലാണ് ഇപ്പോൾ അങ്ങനെ ഒരു കേസിൽ കൂടി പ്രതിയാകുന്നത്. സ്വാഭാവികമായിട്ടും ഈ കേസിന്റെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ അതിൽ കാഴ്ചക്കാരെ കൂട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പരസ്യദാതാക്കളെ വഞ്ചിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ചാനലാണ് കൂടുതൽ ആളുകൾ കാണുന്നത് എന്നുള്ളത് സ്ഥാപിക്കുക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യത്തോടു കൂടി ബാർക്കിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ചേർന്ന് ഒരു വലിയ ഗൂഢാലോചന നടത്തുക, അതിന്റെ ഭാഗമായി കേരളത്തിൽ ആ ചാനൽ മുന്നിലാണ് എന്നുള്ളത് വരുത്തി തീർക്കുക, അതിനുവേണ്ടി 100 കോടി ക്രിപ്റ്റോ കറൻസി വഴി നൽകുക. ഒരുപക്ഷെ കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിൽ ഒരാൾ പ്രവർത്തിച്ചു എന്നുള്ളത് വേണം ഇതിൽ നിന്ന് പ്രാഥമികമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ഇതൊരു പരാതിയായി വരികയും ഇത് കുറച്ചു കാലമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ചർച്ചയായിരുന്നു എന്നുണ്ടെങ്കിലും ഇത് ഓപ്പറേഷൻ സത്യയിലൂടെയാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, തെളിവുകൾ റിജിത്ത് പുറത്തു വരുന്നത്. അങ്ങനെ പുറത്തു വന്നതിന് ശേഷം നടത്തിയ ഒരു അന്വേഷണം, അതിൽ പരാതികൾ എത്തുന്നു. അങ്ങനെ പരാതികൾ എത്തിയതിന് ശേഷം ഇപ്പോൾ കേന്ദ്ര വാർത്താ മന്ത്രാലയത്തിന് ഉൾപ്പെടെ അതിലെ പരാതികൾ എത്തുന്നു. അങ്ങനെ DGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം വന്നിട്ടാണ്, അതാണ് ഇപ്പോൾ ഈ കളമശ്ശേരിയിലെ ഒരു കേസിൽ വരെ എത്തിയിരിക്കുന്നത്. 2 പ്രതികളാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അത് 2-ൽ നിൽക്കുമോ എന്നുള്ളതും ഇനിയും അറിയേണ്ടതുണ്ട്. കാരണം കൂടുതൽ ആളുകൾക്ക് എത്രത്തോളം പങ്കുണ്ട്, ആർക്കൊക്കെയാണ് അതിൽ പങ്കുള്ളത്. സ്വാഭാവികമായിട്ടും ബാർക്കിലെ ഈ പ്രേംനാഥിന് മാത്രമാണോ ഈ ഇത്രയും പണം നൽകിയിട്ടുള്ളത്, അതിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള അട്ടിമറിയുണ്ടോ, അവർ തമ്മിൽ ആ സമയത്ത് പോലും, അതായത് ആരാണ് ചാനൽ ഇപ്പോൾ മുന്നിലുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ 24-നെ വീണ്ടും പിന്നിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. ഇത്തരത്തിലുള്ള ചർച്ചകളുടെ വിവരങ്ങളാണ് പുറത്തു വന്നത്. അത് സ്വഭാവം ഞെട്ടിക്കുന്നതുമാണ്. കാരണം ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട് വളരെ വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിക്കേണ്ട ബാർക്ക് എന്നുള്ളൊരു സംവിധാനമാണ് ഇത്തരത്തിൽ ഒരു ടീമിന് വേണ്ടി എല്ലാ തീരുമാനങ്ങളും, എല്ലാ നിയമങ്ങളും, എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അതിൽ വലിയ ഗൂഢാലോചനയും വലിയ അട്ടിമറിയും നടത്തിയത് എന്നുള്ള വസ്തുതകളാണ് നമ്മൾ പുറത്തുവിട്ടത്. ആ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് പോലീസിന്റെ അന്വേഷണം. അതിപ്പോൾ FIR-ൽ എത്തി നിൽക്കുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഉടമയുമായി ബന്ധപ്പെട്ട ഇതിനു മുൻപും കേസുകളുണ്ട്. ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു FIR കൂടി ഒരു തിരിമറി കേസിൽ, ഒരു ബാർക്കിന്റെ അട്ടിമറി നടത്തി എന്നുള്ള ഒരു തട്ടിപ്പ് കേസിൽ കൂടി പ്രതിയായി മാറുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.